ഹലോ, നമ്മുടെ കേരള ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഉർവശി ചേച്ചിക്ക് അവാർഡ് കിട്ടി, അതുപോലെ പൃഥ്വിരാജിന് അവാർഡ് കിട്ടി. അങ്ങനെ അവാർഡുകളുടെ നീണ്ട നിര തന്നെയുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടിയ എന്താ ആൻ അമി എന്ന് പറഞ്ഞ കുട്ടി. അവൾ പാടിയ പാട്ട് തിങ്കൾ പൂവിൻ ഇതളവൾ എന്നുള്ള പാട്ട്. ആ പാട്ട് എന്നെ വളരെയധികം എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എത്ര തവണ കണ്ടാലും ഞാൻ മടുക്കാത്തൊരു പാട്ടാണ് കേട്ടോ. കാര്യം ആ പാട്ട് ഞാനായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെയാണ് ആ ബന്ധം എന്ന്. കാര്യം ഞാൻ 2012 കാലമായിട്ട് ഞാൻ നമ്മുടെ പാളയം LMS ഡെവിൾസ് ഹോസ്റ്റൽ ഗേൾസ് ഹോസ്റ്റലിലാണ് നിന്ന സമയത്ത് അതിൻ്റെ അടുത്തൊരു ബോഡി ഹോം ഉണ്ട്, കുഞ്ഞുങ്ങളെ നടത്തുന്നത്. അവിടെ വെച്ചിട്ട് ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് കുട്ടികൾ പല പല സാഹചര്യങ്ങളിൽ വീട്ടിൽ നിർത്താൻ പറ്റാത്ത പെൺകുട്ടികളാണ് എല്ലാം. അവർ ഇവിടെ താമസിക്കാൻ വരും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ ഇതിലെന്ന് വെച്ചാൽ ഒരു 3 ബ്ലോക്കുണ്ട്. ഈ 3 ബ്ലോക്കിൽ ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് അന്ന് പൊളിക്കേണ്ടി വന്നത്. പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതുപോലെ തട്ടൊക്കെ ഉള്ളൊരു ബ്ലോക്കായിരുന്നു. അത് തടിയൊക്കെ കൊണ്ട് റൂം സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ബ്ലോക്ക് അത് പൊളിച്ച സമയത്ത് ഞങ്ങളെ അതിൻ്റെ ആ കാമ്പൗണ്ടിൽ തന്നെയാണ് എല്ലാ ബ്ലോക്കും. ഒറ്റ കാമ്പൗണ്ടിനകത്താണ് തെൽമ എന്ന് പറഞ്ഞ ബ്ലോക്കിലേക്ക് ഞങ്ങൾക്ക് മാറേണ്ടി വന്നു. അപ്പോൾ അന്നൊരു നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ ബ്ലോക്ക് മാറുന്ന ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 3 പേരാണ് ഒരു റൂമിൽ. അപ്പം താഴത്തെ നിലയിൽ നിന്ന് മേളിലേക്ക് ഞങ്ങൾ സാധനങ്ങൾ കയറ്റി ആദ്യം താഴെയാണ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ ഞങ്ങളെ മേളിലേക്ക് മാറ്റി. മേളിലേക്ക് സാധനങ്ങൾ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. ആ സമയത്ത് ഞങ്ങളിങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഞാൻ നോക്കുമ്പം ബോഡി ഹോമിൻ്റെ അവിടെ മേളത്തെ നിലയിൽ ഗ്രില്ലിൽ പിടിച്ചിട്ട് ഒരു മോൾ ഇങ്ങനെ നിന്ന് കരയുവാണ്. അവൾ ദൂരത്തേക്ക് നോക്കി ഇങ്ങനെ കരഞ്ഞ് നിൽക്കുവാണ്. അപ്പം ഞാൻ ഇവളടുത്ത് എന്താണെന്ന് ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. പിന്നെയും ഞങ്ങളിങ്ങനെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ കരയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും കൂടെ കരയും കേട്ടോ. ഇവൾ 2-3 വട്ടം ഇവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും കരയുവാണ്. കാര്യം ഇവൾ ദൂരെ നോക്കി അമ്മമ്മ എന്ന് വിളിച്ചിട്ടാണ് പിന്നെ കരയുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ കൺട്രോൾ പോയി. അവിടെ നിന്ന് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ പറക്കി വെച്ച് ഷിഫ്റ്റായി. പിന്നെ വെള്ളത്തെ നിലയിലായി കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ഞാനിങ്ങനെ പോയിട്ട് ഞങ്ങളുടെ ഇതിൻ്റെ ഗ്രില്ലി പിടിച്ചെന്ന് നോക്കുമ്പോൾ ഈ മോളും ആ ഗ്രില്ലി വന്നിരിക്കും, എന്നെ നോക്കും, ചിരിക്കും. അങ്ങനെ ഒരു ദിവസമായി ചിരിച്ചു. 2ാമത്തെ ദിവസം ഇവളെ ഞാൻ നോക്കി ഹായ് കാണിച്ചു. അപ്പോൾ അവളും തിരിച്ച് ഹായ് കാണിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേശ്ശെ ഇങ്ങനെ അടുത്ത് തുടങ്ങി. സംഭാഷണങ്ങളായി. പിന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ താഴെ ഇറങ്ങി വരും. അപ്പോൾ ഞങ്ങൾ താഴെ നിൽക്കുന്ന സമയത്ത് പകലൊക്കെ ആണെങ്കിൽ താഴെ നിൽക്കുന്ന സമയത്ത് പതുക്കെ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പിന്നെ അവിടുത്തെ മാട്രനുമായിട്ട് കമ്പനിയാണ്. അപ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഇവളുടെ അമ്മ കല്യാണം കഴിഞ്ഞ് ഇവളൊരു മോളേ ഉള്ളൂ. പക്ഷേ മോളെ ഉപേക്ഷിച്ച് അമ്മ വേറൊരാളുടെ കൂടെ പോയി. അപ്പം അച്ഛൻ വേറെ മാരേജ് ചെയ്തു. അപ്പോൾ അമ്മൂമ്മ മാത്രമേ ഉള്ളതുകൊണ്ട് ഈ കുഞ്ഞിനെ നോക്കാൻ അമ്മൂമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അന്നത്തെ ഫസ്റ്റ് ഡേ അവൾ വന്ന ദിവസമാണെന്ന് ഈ കാണുന്നത് ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഡേ. അപ്പോൾ അമ്മമ്മ യാത്രയാക്കി പോയതിൻ്റെ സങ്കടങ്ങൾ മൊത്തമാണ് ആ കുഞ്ഞ് കരഞ്ഞു തീർത്തത്. പിന്നെ ഞാനും അവളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റായി. ഇതിനിടയ്ക്ക് ഒരുപാട് കുട്ടികൾ അവിടെ വന്നു പോയി. പുതിയ കുട്ടികൾ വന്നു. ഒരു ഡോക്ടറുടെ കുട്ടി വന്നായിരുന്നു. അച്ഛനും അമ്മയും ഡോക്ടറാണ്. അവരവരുടെ ഇളയ കുഞ്ഞിനെ അപായപ്പെടുത്തി കുഞ്ഞ് മരിച്ചുപോയി. അങ്ങനെ അവർ രണ്ടുപേരും ജയിലിലായി. റിലേറ്റീവ്സിനൊന്നും ഈ കുഞ്ഞിനെ നോക്കാൻ വയ്യാത്തതുകൊണ്ട് അവളെ കൊണ്ട് അവിടെ ആക്കി. അപ്പോൾ അവൾ നല്ലൊരു ക്യൂട്ടൊരു മോള്. അങ്ങനെ ഒരുപാട് ജീവിത സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളിലുള്ള ഒരുപാട് കുഞ്ഞു മക്കൾ അവിടെ ഉണ്ട്. വലിയ കുട്ടികൾ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഇവളുമായിട്ട് ഞാൻ ഒരുപാട് അടുത്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്മെൻ്റായിപ്പോയി. എന്ന് വെച്ചാൽ പിരിയാൻ പറ്റാത്തൊരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയത്തില്ലേ. പക്ഷേ എനിക്കറിയാം എനിക്ക് അവളെ പിരിയേണ്ടി വരുമെന്ന്. പക്ഷെ അവൾക്കറിയത്തില്ല ഞാൻ അവളെ പിരിഞ്ഞു പോകുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു 2012 ഏകദേശം ഒരു സ്കൂൾ അടയ്ക്കുന്നൊരു ടൈമാണ്. ഏതോ ഒരു സ്കൂള് അടച്ച് വീട്ടിൽ പോകുന്നൊരു ടൈമിനാണ് എൻ്റെ കോഴ്സിൻ്റെ കാലാവധി തീരുന്നു. എനിക്ക് വീട്ടിൽ പോയോളൂ. അപ്പം അച്ഛൻ വന്ന് എന്നെ കൂട്ടാനായിട്ട് നിൽക്കുവാണ്. അപ്പം ഞാൻ ഓൾറെഡി BEdന് ജോയിൻ ചെയ്യാനും പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റായിട്ട് ഇരിക്കുക. അപ്പം ഞാൻ അങ്ങോട്ട് മാറാം എന്നുള്ളൊരു പ്ലാൻ വീട്ടിലോട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവളെ എനിക്ക് കണ്ട് യാത്ര പറയണം. പക്ഷെ ഞാൻ അവളോട് പറയും? ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് എന്നെനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഒരു ക്രൂക്ക്ഡ് സ്റ്റോറി ഉണ്ടാക്കിയെടുത്തു. അതായത് എന്ത് കള്ളം പറയണം എന്ന് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട്
ഞാൻ പറഞ്ഞു മോളെ പോലെ തന്നെയാണ് ചേച്ചി, ഇവിടെ തൽക്കാലത്തേക്ക് ഇങ്ങനെ ആരും ഇല്ലാണ്ട് നിൽക്കുന്നതാണ്, ചേച്ചിക്ക് വേറൊരു സ്ഥലത്ത് പോയേ പറ്റത്തുള്ളൂ, ചേച്ചി മാറിപ്പോവാണ്, ചേച്ചി വേറൊരു ഹോമിൽ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു കള്ളം പറഞ്ഞ് ആ കുഞ്ഞു മോളെ വിശ്വസിപ്പിച്ചു. പക്ഷേ ഭയങ്കര സങ്കടം, ഭയങ്കര സങ്കടം. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴെല്ലാം ആ ആൻറ്റി ആ മോളെ കാണുന്ന ഒരു പ്രായത്തിലായിരിക്കണമല്ലോ ഞാനും എൻ്റെ മോളെ കണ്ടിട്ടുണ്ട്, അവളെൻ്റെ മോളായിട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ മോളെക്കുറിച്ച് തിരക്കിയിട്ടില്ല. കാര്യം എനിക്ക് 2012-13 ഞാൻ BEd ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കല്യാണം 14 ഇതിനിടയ്ക്ക് എനിക്ക് അവളെക്കുറിച്ചൊന്നും തിരക്കാനോ അവിടെ പോകാനോ ഉള്ള ഒരു ഇത് കിട്ടിയില്ല. ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ, അവളെ പേര് ഗംഗ എന്നാണ് കേട്ടോ. ഞാനപ്പോൾ ഇതിനിടയ്ക്ക് അവരുടെ ഒരു ഇതിൽ എൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ടൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ അവരുടെ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ അതിനകത്ത് എങ്ങനെയെങ്കിലും ഗംഗനെ ഉൾപ്പെടുത്താമല്ലോ എന്ന് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞ്. പക്ഷെ ഞാൻ അവളെ ഓർക്കുമ്പം ഗംഗ, അവളുടെ പേര് ഗംഗ എന്നാണ്. അപ്പോൾ ഗംഗാ നദി പവിത്രമായ നദി എന്നാണ്. എൻ്റെ മോള് ഗംഗാ നദി ഇപ്പം പവിത്രമൊന്നുമല്ല നദി എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ മോള് ഗംഗാ നദിയെപ്പോലെ പവിത്രമായിരിക്കണേ. അവളൊരിക്കലും ഒരു തെറ്റിലോട്ട് പോകരുതേ, അല്ലെങ്കിൽ അവളുടെ അമ്മയുടെ ഒരു ഇതിൽ വന്നിട്ട് അങ്ങനൊന്നും പോകരുതേ, അല്ലെങ്കിൽ നശിച്ചു പോകരുതേ. എൻ്റെ മോള് നന്നായിട്ടിരിക്കണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ. കാര്യം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു ആ കുഞ്ഞിനെ. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ എൻ്റെ മോള് കാണുന്നുണ്ടെങ്കിൽ ഗംഗ, ഞാൻ അവളുടെ ഫോട്ടോ ഒന്നും എനിക്ക് അറ്റാച്ച് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. അപ്പം നമ്മളതിൻ്റെ കവർ ഫോട്ടോ കൊടുക്കത്തില്ലേ, അതിനകത്ത് ഫോട്ടോ കൊടുത്തിരിക്കുക. ആർക്കെങ്കിലും എൻ്റെ മോളെ അറിയാമെങ്കിൽ എൻ്റെ മോളുടെ അടുത്ത് പറയണം, എനിക്ക് അവളെ പറ്റി പോവേണ്ടി വന്നതാണ് എന്ന് പറയണം കേട്ടോ. അല്ലെങ്കിൽ അവൾ കാണുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഈ പാട്ട്, ഈ തിങ്കൾ പൂവിനിതളകൾ, ഞാൻ ഒരു 1000 തവണ ഞാൻ ഈ പാട്ട്, ഒരു ദിവസം തന്നെ ഒരു 10-15 തവണയൊക്കെ ഞാൻ ഈ പാട്ട് കേൾക്കുക. അത്രയ്ക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മോളുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇന്നലെ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ആ പാട്ടിന് തന്നെ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യാൻ നോക്കണം കേട്ടോ. എൻ്റെ മോള് കാണുവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ.